ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വെള്ളരിക്കയും ഉണക്ക കൊഞ്ചും ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം. ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും വളരെയധികം എളുപ്പമാണ്. ചോറിൻ്റെ കൂടെ ഒഴിച്ചു കറിയായിട്ട് ഇത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. മാത്രമല്ല ഇതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ ഇതിന് വേണ്ടത് വെള്ളരിക്കയും ഉണക്ക കൊഞ്ചുമാണ്. അപ്പോൾ ഇതൊരു വലിയ വെള്ളരിക്ക ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇത്ര ഒരു അരമുറി എന്ന് പറയാൻ പറ്റില്ല, ഇത്ര ഒരു ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഉണക്ക കൊഞ്ച് ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തല മാറ്റിയതിന് ശേഷം നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതേപോലെ ഒരു മൺചട്ടി എടുക്കുക. വെള്ളരിക്ക കഷ്ണങ്ങൾ നമുക്ക് ആദ്യമേ ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടിയിൽ ഈ കറി വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കുക. പച്ച മാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ഉണക്ക കൊഞ്ച്, ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞതാണ്, നന്നായിട്ട് കഴുകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു വലിയ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും പച്ചമുളക്, ഇപ്പോൾ ഞാനിവിടെ അധികം എരിയില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെ ഒരു 3 എടുത്തിട്ടുണ്ട്. എരിവുള്ളതാണെങ്കിൽ ഒരു 2 ഇട്ടാൽ മതി. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ കഷ്ണങ്ങളും ഈ ഉണക്ക കൊഞ്ചൊക്കെ വേവാനായിട്ട് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവട്ടെ. ആദ്യമേ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് മീഡിയത്തിലേക്ക് മാറ്റിയാൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ സിമ്പിൾ കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈ വെള്ളരിക്കയും ഉണക്ക കൊഞ്ചും കൂടെ നല്ല വെന്ത് കഴിയുമ്പോൾ നല്ലൊരു മണമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ. അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് വേവുന്ന ആ സമയത്ത് അരപ്പ് റെഡിയാക്കാം. അരപ്പ് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ഒരു 1.5 കപ്പ് നാളികേരം ചിരകിയത് അത് മാത്രം മതി. അതിലേക്ക് അത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതിലേക്ക് വേറെ ഉള്ളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ അരപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് 1/4 വേവായിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വയ്ക്കുകയാണേ. ഇപ്പോൾ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ നല്ല തിളച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ അരപ്പൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കുക ആദ്യമേ തന്നെ. അപ്പോൾ കഷ്ണങ്ങളോ വെള്ളരിക്ക കഷ്ണങ്ങളോ ഒക്കെ വെന്തിട്ടുണ്ട്, കൊഞ്ചും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. പിന്നെ ഇത് നമ്മൾ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിക്കൊക്കെ നമ്മൾ ഒഴിച്ചേറി ആയതുകൊണ്ട് കുറച്ച് ചാറിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ മിക്സിയുടെ ജാറ് ഒന്നുകൂടെ ഒന്ന് കഴുകി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ എത്രയുണ്ടെന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ പാകത്തിന് ഉപ്പിട്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഉപ്പ് ചേർക്കേണ്ടി വന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ആ അരപ്പൊക്കെ നന്നായിട്ട് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോടെ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ അടച്ച് വയ്ക്കുകയാണ്, മൂടി വെച്ചിട്ട് അടച്ച് വയ്ക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതൊരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് കടുക് താളിക്കാം. അപ്പോൾ ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 10-15 മണി കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുരുമുളക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊട്ടിയതിന് ശേഷം കടുക് ഇട്ട് പിന്നെ നമ്മൾ സാധാരണ കടുക് വറുക്കുന്നത് പോലെ തന്നെ കൊച്ചുള്ളി ഇപ്പം ഞാനൊരു 4-5 കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. കൊച്ചുള്ളി ഇതേപോലെ വറുത്തിടുമ്പോൾ നല്ലൊരു കറിക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മതി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടിയും കൂടെ ലാസ്റ്റിൽ ഉള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് കാണാനും നല്ലതാണ്. ആ മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കണ്ടോ. അപ്പോൾ ഞാൻ ഇത്രയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് ഒന്ന് ഇളക്കി. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് നിറം മാറിയതിന് ശേഷം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഇനി നമ്മൾ കറി തുറന്ന് കറി നമ്മളിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇനി കറിയിലേക്ക് ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇത് അതേപോലെ തന്നെ ഒന്ന് അടച്ചൊരു 10-15 മിനിറ്റ് അങ്ങ് വെക്കുക കേട്ടോ. അപ്പോഴാണ് ഈ കടുക് താളിച്ചതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ആ കറിയിൽ നന്നായിട്ട് ഇറങ്ങും. അതിൻ്റെ മണമൊന്നും വെളിയിൽ പോകാതെ നമുക്കൊരു 10-15 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല കറിയാണ്, കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.